നമസ്കാരം. ഏവർക്കും ഹൃദ്യസ്ഥമായ ഒരു കാര്യമാണ് അവനവന്റെ മേൽവിലാസത്തിലെ പിൻകോഡ്. നമ്മുടെ മേൽവിലാസത്തിന്റെ പ്രധാന അടയാളപ്പെടുത്തലായിരുന്ന പിൻകോഡിന്റെ കാലം കഴിയാൻ പോവുകയാണ്. പകരം പുതിയൊരു സംവിധാനം പ്രാബല്യത്തിലാക്കാനായി തപാൽ വകുപ്പ് തയ്യാറെടുത്തു കഴിഞ്ഞു. ഇതിനായി ഡിജിറ്റൽ അഡ്രസ് സംവിധാനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഡിജിപിൻ എന്ന ഈ സംവിധാനത്തിലൂടെ രാജ്യത്തിനുള്ളിലെ മേൽവിലാസങ്ങളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താനാവും. എഴുത്തുകളും മറ്റു പോസ്റ്റൽ സൗകര്യങ്ങളുമെല്ലാം വേഗത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിനും ആംബുലൻസ്, രക്ഷാപ്രവർത്തനം എന്നീ സഹായങ്ങൾ കൃത്യനേരത്ത് ലഭ്യമാക്കുന്നതിനുമായാണ് ഡിജിപിൻ സംവിധാനം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതുവരെയും ഉപയോഗിച്ചു പോന്നിരുന്ന പിൻകോഡുകൾ ഒരു വലിയ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. 6 അക്കങ്ങളുള്ള സംഖ്യയാണ് പിൻകോഡ്. എന്നാൽ പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്ന ഡിജിപിൻ സംവിധാനത്തിൽ 10 അക്ക നമ്പറാണുള്ളത്. ഇത് പിൻകോഡിനേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും മേൽവിലാസക്കാരന്റെ കൃത്യമായ ഇടം കണ്ടെത്താൻ സഹായിക്കുന്നു. ഇത്തരത്തിൽ ഡിജിറ്റലായി വിലാസങ്ങൾ അടയാളപ്പെടുത്താനും കണ്ടെത്താനും സഹായിക്കുന്ന ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ അഥവാ ഡിജിപിൻ സംവിധാനത്തിലൂടെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ 4M×4M വലിപ്പമുള്ള ചെറിയ യൂണിറ്റുകളാക്കി മാറ്റി. അവ ഓരോന്നിനും യൂണിറ്റിന്റെ അക്ഷാംശ, രേഖാംശ കോർഡിനേറ്റുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സവിശേഷമായ 10 അക്ക ആൽഫ ന്യൂമറിക് കോഡാണ് നൽകിയിരിക്കുന്നത്. ഡിജിപിൻ സിസ്റ്റത്തിനുള്ളിലെ ഏതെങ്കിലും നിർദ്ദിഷ്ട ലൊക്കേഷനായി ഈ കോഡ് ഓഫ്ലൈൻ അഡ്രസ്സിംഗ് റെഫറൻസായി ഉപയോഗിക്കാനും സാധിക്കും. നിലവിലുള്ള GIS ആപ്ലിക്കേഷനുകളുമായി പൊരുത്തപ്പെടുന്നതും സംയോജിപ്പിക്കാനാവുന്നതുമായ ആശയമാണ് ഡിജിപിൻ. ദിശാപരമായ സവിശേഷതകൾ ഉപയോഗിച്ച് വിലാസങ്ങൾ കണ്ടെത്തുന്നതിനുള്ള സംവിധാനമാണ് ഇതിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ, വെള്ളപ്പൊക്കം പോലുള്ള ദേശീയ ദുരന്തങ്ങൾ എന്നീ സാഹചര്യങ്ങളിൽ ഡിജിപിൻ സംവിധാനം ഉപയോഗപ്പെടുത്താനാകും. പൊതു ഡൊമൈനിൽ ഇത് ലഭ്യമാകും എന്നതിനാൽ തന്നെ ഏവർക്കും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും കഴിയും. അതേസമയം സ്വകാര്യ വിലാസങ്ങളോ വ്യക്തി വിവരങ്ങളോ ഒന്നും തന്നെ ഡിജിപിൻ ഗ്രിഡ് നിർണയത്തിൽ ഇല്ലാത്തതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യതാ ആശങ്കകളും നിലനിൽക്കുന്നില്ല. അതാത് പ്രദേശത്തെ ഡിജിപിൻ കണ്ടെത്തുന്നതിനായി സർക്കാർ പ്രത്യേക വെബ്സൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വെബ്സൈറ്റിലൂടെ ഓരോരുത്തർക്കും അവരവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഡിജിപിൻ കണ്ടെത്താനാകും. ഇതിനായി dac.indiapost.gov.in/mydigipin/home എന്ന പേജാണ് സന്ദർശിക്കേണ്ടത്. അതാത് ലൊക്കേഷൻ തിരഞ്ഞു കണ്ടുപിടിച്ച് അതിനു മുകളിൽ ക്ലിക്ക് ചെയ്താൽ വലതുഭാഗത്ത് താഴെയായി ആ പ്രദേശത്തിന്റെ ഡിജിപിൻ ലഭിക്കുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സംവിധാനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്കും ലോജിസ്റ്റിക് സേവനദാതാക്കൾക്കുമെല്ലാം ഡിജിപിൻ സംവിധാനം ഉപയോഗപ്പെടുത്താനാകും. ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഡിജിപിൻ നൽകിയാൽ ഡെലിവറികൾ വളരെ പെട്ടെന്ന് കയ്യിലെത്തുന്നതിന് അത് വഴിയൊരുക്കും. ഡിജിപിൻ QR കോഡുകൾ സ്കാൻ ചെയ്താൽ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ കണ്ടെത്താനും നാവിഗേറ്റ് ചെയ്യാനും കഴിയും. 4 മീറ്റർ പരിധിയിൽ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും. IIT ഹൈദരാബാദ്, ARSC, ISRO എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് തപാൽ വകുപ്പ് ഇത്തരമൊരു സംവിധാനം സാധ്യമാക്കിയെടുത്തത്. 1972 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത്. രാജ്യമൊട്ടാകെയുള്ള തപാൽ ഓഫീസുകളെ വർഗീകരിക്കാൻ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പിന്തുടർന്നു പോന്നിരുന്ന പോസ്റ്റ് കോഡ് എന്ന സമ്പ്രദായത്തിനാണ് ഡിജിപിന്നിന്റെ വരവോടെ അവസാനമാകാൻ പോകുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.